ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, കേരളത്തിൽ ഏറ്റവും ദുരന്തം പിടിച്ച ട്രെയിൻ ഏതാണ്? കേരളത്തിൽ ഉടനീളം ഒരുപാട് ട്രെയിനുകൾ പല സമയങ്ങളിലായിട്ട് ഓടുന്നുണ്ട്. അതിൽ ഏറ്റവും ദുരന്തം പിടിച്ച ട്രെയിൻ എന്ന് പറയുന്നത് പരശുറാം എക്സ്പ്രസ്സാണ്. നാഗർകോവിൽ നിന്ന് എപ്പോഴും രാവിലെയൊക്കെ ഇറങ്ങുന്ന ട്രെയിൻ ഇങ്ങനെ വന്ന് ഉരുട്ടില്ല, ഇല്ലാത്ത സ്റ്റോപ്പില്ല, സകല സ്റ്റോപ്പിലും നിർത്തി 11 മണിയൊക്കെ ആകുമ്പോൾ എറണാകുളത്തെത്തി, കോട്ടയം കഴിഞ്ഞ് 9 മണിക്ക് കോട്ടയം കഴിഞ്ഞ് അവസാനം തൃശ്ശൂരും ഷൊർണൂരും കഴിഞ്ഞ് കോഴിക്കോടെത്തുമ്പോൾ 3:50 കോഴിക്കോടെത്തുന്നത്. ഈ വണ്ടി 3:50 കഴിഞ്ഞ് അവിടെ നിർത്തിയിടുന്ന അമ്മാതിരി ചൂടായിരിക്കും, നിറച്ചും ആളായിരിക്കും, അമ്മാതിരി കൺജസ്റ്റഡ് ആയിരിക്കും, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അവസാനം 5:10, ചിലപ്പോൾ 5:15, ചിലപ്പോൾ 5:05, മിനിമം പോകുന്ന 5:05 ശേഷമേ പോകുള്ളൂ. 5:05 ഈ വണ്ടി എടുക്കുക. അത്രയും സമയം ഈ കോട്ടയത്തുനിന്നും എറണാകുളത്തുനിന്നും അതിന് മുമ്പേ തിരുവനന്തപുരത്തുനിന്നും കയറിയ, കൊല്ലത്തുനിന്നും കയറിയ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ അവിടെ ഇരിക്കണം വെയിലും കൊണ്ട്. എന്തിനാണ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നറിയില്ല. അതിനുശേഷം അവിടെ നിന്ന് 5:05 ശേഷം ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനു വേണ്ടി ഇത്രയും ആൾക്കാർ, ഇത്രയും ജനങ്ങൾ ഇത്രയും സമയം 1.25 മണിക്കൂർ ആ ട്രെയിനിൽ ഉരുകണം. എന്തുരുകുന്ന രീതിയിലാണ് ആ ട്രെയിൻ. ഇതിനേക്കാൾ വേഗം വേറെ എന്തെങ്കിലും പണിയെടുക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേക്ക് നല്ലത്. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പാസഞ്ചർ ഉണ്ട്, അത് വേണമെങ്കിൽ കുറച്ച് മുന്നേ. അതിന് ശേഷമുള്ള കോഴിക്കോട് ജോലി ചെയ്യുന്നവർക്ക് കണ്ണൂരേക്കും കാസർഗോഡേക്കും എത്താനാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന് പകരം ഒരു ട്രെയിൻ അവിടെ നിന്ന് ഓടിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ അതിന് മുന്നേ ഓടിക്കുന്ന ട്രെയിൻ കുറച്ചും കൂടി സമയം ബന്ധിതമായി ഓടിച്ചാൽ ഇത്രയും പേർക്ക് ഉപകാരമാവും. ഇത്രയും ആൾക്കാർ ഇത്രയും ഹൊറിബിളായ ഒരു സിറ്റുവേഷൻ നിൽക്കേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ പകരമുള്ള ട്രെയിനുകളുടെ സമയം മാറ്റി പിടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന കേസാണ്. അതൊന്നും ഇല്ലാതെ പരശുറാമിൽ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല. വരുമ്പോൾ തന്നെ ഫുള്ളി റഷായിട്ടാണ് വരിക. കോഴിക്കോട് നിന്ന് ആൾ കയറിയാൽ പിന്നെ അവിടെ നിൽക്കണം. 3:50 മുതൽ 5:15 വരെ. കേരളത്തിലല്ല, ഇന്ത്യയിൽ ഏതെങ്കിലും ട്രെയിൻ ഇത്രയും സമയം ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടോ? അത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ പകുതി വെച്ച് നിർത്തിയിട്ട് 1.25 മണിക്കൂർ നിർത്തിയിട്ട്, ഇത് മറ്റേ ചില ഫ്ലൈറ്റ്, കണക്ഷൻ ഫ്ലൈറ്റൊക്കെ പോകുന്ന പോലെയാണ് അവിടെ നിർത്തുന്നത്. അതേ ട്രെയിനിൽ നമ്മൾ ഇരിക്കണം, വെയിൽ കൊണ്ട്, ചൂട് കൊണ്ട്. ഒരു ഫാൻ മര്യാദയ്ക്ക് ഉണ്ടാവും, അത് ഭരണ ചൂടായിരിക്കും, അത്രയും ആൾക്കാരും കൺജസ്റ്റഡ് ആയിരിക്കും. ജനങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന അവസരം നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഇതൊരു ഏതെങ്കിലും മന്ത്രിമാരും കേരളത്തിൽ ഇഷ്ടംപോലെ MP-മാരൊക്കെ ഉണ്ട്, ഒറ്റൊരുത്തനും ഇത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പൈശാചികമായ കാര്യം, ദയനീയമായ കാര്യം എന്ന് പറയുന്നത്. ഒരാൾ പോലും ഇത് കാണുകയോ ഇതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യുന്നത് കാണുന്നില്ല. 1.25 മണിക്കൂർ മനുഷ്യൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്ന സമയം. പ്രത്യേകിച്ച് ഈ കേരളത്തിലോ ഇന്ത്യയിലൊന്നും മനുഷ്യൻ്റെ സമയത്തിന് യാതൊരു വിലയുമില്ല. ഏറ്റവും ഇല്ലാത്ത മനുഷ്യൻ്റെ സമയത്തിലാണ് വിലയില്ലാത്തത്. അത് നമുക്കറിയാം. ക്യൂ, പല സ്ഥലങ്ങളിലും ക്യൂ, എല്ലാ സ്ഥലത്തും നമ്മൾ പുറത്തിറങ്ങിയ ക്യൂ നിന്ന് ജീവിതം തീർക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ. അതായത് മനുഷ്യൻ്റെ സമയത്തിനും അവൻ്റെ ജീവനും രണ്ടിനും തീരെയും വിലയില്ലാത്തൊരു നാടാണ് നമ്മുടെ നാട്, നമുക്കറിയാം. അതൊക്കെ പോട്ടെ. പക്ഷേ ഈ ഒരു സമയം 1.25 മണിക്കൂർ വെറുതെ ഒരു മനുഷ്യൻ ട്രെയിനിൽ ഇരുന്ന്, ട്രെയിനൊന്നും അനങ്ങാതെ അവിടെ നിന്ന്, വേണമെങ്കിൽ നമുക്ക് കോഴിക്കോട് മുഴുവൻ കണ്ട് തിരിച്ചു വരാനുള്ള സമയമുണ്ട്. ടൂറിസ്റ്റ് ബസ്സൊക്കെ പോയി നിർത്തിയിട്ടുണ്ട്, അവരവിടെ നിർത്തിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതിനെതിരെ ഒരു നടപടി. നിങ്ങൾക്ക് എത്രയും ദുരന്തം പിടിച്ച ട്രെയിൻ ഏതുകൊണ്ടോ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുന്നുണ്ട് എന്നോടൊന്ന് പറഞ്ഞാൽ നന്നാവും. ഇത്രയും ദുരന്തം പിടിച്ച ട്രെയിൻ പറയില്ല, പരശുറാം എക്സ്പ്രസ്സാണ്. അതിൻ്റെ വൈകുന്നേരത്തെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വിട്ട് കാസർഗോഡ് എത്തുന്നതിൻ്റെ ഇടയിലാണ് ഈ കോഴിക്കോട് 1.25 മണിക്കൂർ പിടിച്ചിരുന്നത്. കയറിപ്പോയാൽ കഴിഞ്ഞു പോയി എന്നല്ലാതെ മറ്റൊന്നുമില്ല. അവൻ്റെ കാര്യം പോക്കാണ്. അവൻ അത്രയും ടിക്കറ്റ് എടുത്ത് പിന്നെ വേറെ വണ്ടി വരുമ്പോൾ കയറാൻ വണ്ടിയില്ല, അതാണ് വിഷയം. അപ്പം ഇതിനെതിരെ നടപടിയെടുക്കാൻ എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ ചെയ്യുന്നത് വലിയ ഗുണപരമായിരിക്കും എന്നിട്ടാണ് നമുക്ക് പറയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെ ഏതെങ്കിലും ദുരന്തം വണ്ടി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ഏറ്റവും ദുരന്തം വണ്ടി കേരളത്തിൽ ഓടുന്നതിൽ.